നമ്മുടെ ഗവൺമെൻറ് പോയിട്ട് പെട്ടെന്ന് പോയിട്ട് അങ്ങ് അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റിട്ടാലിയേഷൻ വരും എന്നുള്ളത് നമ്മൾ ആദ്യം ആലോചിക്കണം. ആ റിട്ടാലിയേഷൻ വരാൻ ഇവിടെ ബോർഡറിൽ നമ്മൾ ഓൾറെഡി സജ്ജമാക്കണം. അതിന് നമുക്കൊരു 48 hours വേണം. അതിൻ്റെ ഡിലേക്കാണ് ഇപ്പോൾ ഈ നടക്കുന്നത്. പിന്നെ നിങ്ങൾ ഡിപ്ലോമാറ്റ്സിനെ പറഞ്ഞയച്ചു, ഓക്കെ, ഫസ്റ്റ് ത്രോ ദം ഔട്ട്. നമ്മുടെ ആൾക്കാരെയും തിരിച്ചു വിളിച്ചു. പിന്നെ എന്താ ചോദിച്ചു, അമ്മ ചോദിച്ചു എന്താ അടിക്കാത്തതെന്നുള്ളത്. അല്ലല്ലേ ഇപ്പൊ നമ്മൾ അപ്പുറത്ത് കയറിയിട്ട് എന്തെങ്കിലും ചെയ്തു എന്ന് വിചാരിക്കുക, പെട്ടെന്ന് ഇപ്പുറത്തൂടെ വന്നു കഴിഞ്ഞാൽ ഇതിനെ ബ്ലോക്ക് ചെയ്യാൻ നമ്മൾ ഇവിടെ സ്ട്രോങ് ആക്കണം. അപ്പൊ എല്ലാ പഴുതുകളും അടയ്ക്കാൻ ജസ്റ്റ് ഗീവ് us about 48 to 72 hours. അതാണ് ഇപ്പൊ പ്രിപ്പറേഷൻ നടക്കുന്നത്. അതിന് താഴ്ത്തുന്നുള്ള ഇപ്പൊ ഇന്നലെ ആട്ടിയടക്കം പറഞ്ഞു, അവരുടെ റിലേറ്റീവ് ഒരു മേജറിനെ അവരെല്ലാം താഴ്ത്തുന്നൊക്കെ മുകളിലേക്കാണ്ട് കയറി. ഇതെല്ലാം ഇമ്മീഡിയറ്റ് നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ പ്രൈം മിനിസ്റ്ററോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഐ ബിലീവ് ഇൻ മൈ പ്രൈം മിനിസ്റ്റർ. കാരണം ഈ പ്രൈം മിനിസ്റ്റർ വന്നതിന് ശേഷം എനിക്ക് ആർമിയിൽ സർവീസ് ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്ന് ദുഃഖിക്കുന്ന ഒരാളാണ്. കാരണം ഞാൻ സർവീസ് ചെയ്ത 96 പലപ്പോഴും ഭ്രാന്ത് പിടിച്ചിട്ടുണ്ട്. അവിടെ ഷെല്ലിങ് നടക്കും. പിക്കറ്റ് 43 അല്ല, പോസ്റ്റ് 43. അതിൻ്റെ പേരിലാണ് ഞാൻ ആ പിക്കറ്റ് 43 എന്നുള്ള സിനിമ ചെയ്തത്. ഷെല്ലിങ് നടക്കുമായിരുന്നു. തിരിച്ചടിക്കാൻ അവിടുത്തെ പിക്കറ്റുകാർക്ക് പെർമിഷൻ ഇല്ല. അതിന് ഡൽഹിക്ക് ഫോൺ അടിച്ച് പെർമിഷനൊക്കെ വരുമ്പോഴത്തേക്കും 3 ദിവസം പിടിക്കും.